ചൂടാണ്, ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വേറെയും. എന്നിട്ടും ഇവർ നല്ല കൂളാണല്ലോ എന്നാണോ സംശയം? നമ്മൾ വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അനിമൽസിൻ്റെ ഹീറ്റ് സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഇപ്പോൾ ഉഷ്ണതരംഗങ്ങളുടെ സാധ്യതയിൽ കേന്ദ്ര സൂ അതോറിറ്റിയിൽ നിന്ന്, സെൻട്രൽ സൂ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് പുതിയതായിട്ട് കുറേ നിർദ്ദേശങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവൻ ഹിമാലയൻ കരടി. രാവിലെ നല്ല ഉഗ്രൻ കുളി കഴിഞ്ഞ് ഭക്ഷണം കാത്തുള്ള കിടപ്പാണ്. ചൂടല്ലേ, ഇച്ചിരി മടിയൊക്കെയുണ്ട്. കിടന്നും ഇരുന്നും അങ്ങനെ ചൂടൊന്നും അറിയുന്നേയില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് നല്ല തണ്ണിമത്തൻ വെള്ളം ഐസാക്കി നൽകും. അത് കഴിഞ്ഞാൽ കരടി പിന്നെ സൂപ്പർ കൂൾ. അടിപിടി ബഹളവുമായി ഈ ചേട്ടന്മാർ നല്ല ചൂടൻ ചർച്ചയിലാണ്. കരടിക്ക് പുതുതായിട്ട് മിസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഐസ് ഫ്രൂട്ടിൻ്റെ മാതൃകയിലാണ് ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊടുക്കുന്നത്. അതായത് ഐസ് പോലെ അത് ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് കരടിക്ക് കൊടുക്കുന്നത്. ഇവന് മാത്രമല്ല, എല്ലാവർക്കുമുണ്ട് പ്രത്യേക സൗകര്യങ്ങൾ. ഇവന് കണ്ടില്ലേ, ചൂടല്ലേ, കുളി 2 നേരമാക്കിയിട്ടുണ്ട്. എന്തിന്, കൂട്ടിലൊരു ഷവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ചങ്ങാതിമാർക്കുമുണ്ട് സൗകര്യങ്ങളേറെ. പക്ഷിക്കൂടുകളിൽ എപ്പോഴും വെള്ളം കാണും, പുല്ലൊക്കെ നനച്ചിടും. ചില കൂടുകളിൽ കുളമുണ്ട്. എല്ലാ കൂടുകളിലും ഫാനും സജ്ജം. ചൂട് ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് പൊതുവേ നമുക്ക് ഓപ്പൺ എൻക്ലോഷേഴ്സിൽ കിടക്കുന്ന കരടി, സിംഹവാലൻ കുരങ്ങ്, കടുവകൾ, ഇങ്ങനെയൊക്കെയുള്ള അനിമൽസിനാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. പോരാത്തതിന് പക്ഷിവർഗ്ഗത്തിൽപ്പെടുന്ന അമേരിക്കൻ റിയ, ഇതിനൊക്കെയും ഹീറ്റ് സ്ട്രെസ് വളരെയധികം ഇഫക്റ്റീവായിട്ട് അതിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കൂടുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് വാട്ടർ മിസ്റ്റും സ്പ്രിംഗ്ലേഴ്സും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പോരാത്തന്നെ ഇപ്പോൾ റെപ്റ്റൈൽസിൻ്റെ, അതായത് പാമ്പ് വർഗ്ഗത്തിൽപ്പെടുന്ന അനിമൽസിൻ്റെ കേജിലാണെങ്കിൽ നമ്മൾ പുതിയ എയർ കണ്ടീഷണേഴ്സ് വെച്ചിട്ടുണ്ട്. പോരാത്തന്നെ പെഡസ്ട്രൽ ഫാനുകളും ഒക്കെ കൊടുത്തിട്ട് അവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുറത്തെ ചൂടൻ കാറ്റേറ്റും അടുക്കുമ്പോൾ വേനൽ ചൂടിൻ്റെ ക്ഷീണമൊന്നും അറിയാതെ കൂളാണ് തിരുവനന്തപുരം മൃഗശാലയിലെ കാഴ്ചകൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.